19-ാം വയസ്സിൽ വലിയൊരു അച്ചീവ്മെന്റിലാണ് നമ്മുടെ അടുത്ത് അശ്വിനി ഇരിക്കുന്നത്. നമുക്ക് അശ്വിനിയുടെ അച്ചീവ്മെന്റിനെ കുറിച്ചൊന്ന് കേട്ടാലോ? എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ജേർണി ഒക്കെ? ഇവിടുത്തെ ജേർണി അടിപൊളിയായിരുന്നു. ഫാക്കൽറ്റീസ് ഒക്കെ ആണെങ്കിലും അടിപൊളി തന്നെയായിരുന്നു. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഫാക്കൽറ്റി ആരായിരുന്നു? ആതിര മാം. എന്തായിരുന്നു കാരണം? മാം ഭയങ്കര സപ്പോർട്ടാണ്. ഭയങ്കര എല്ലാവരും അതുപോലെ തന്നെയാണ്, പക്ഷെ മാം ഭയങ്കര ഫ്രണ്ട്ലി ഒക്കെയാണ്. ക്ലാസ്സസ് ഒക്കെ ആണെങ്കിലും ഭയങ്കര രസമാണ്. ഇപ്പൊ +2 കഴിഞ്ഞിട്ട് കോഴ്സ് ചെയ്യുമായിരുന്നു അല്ലേ, ഏവിയേഷന്റെ? ഓക്കെ, പ്ലേസ്ഡ് ആയില്ലേ? എവിടെയായത്? കൊല്ലം ലീലാഷ്ടമുടിയിലാണ് പ്ലേസ്ഡ് ആയത്. ഓക്കെ, ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു മൊമെന്റ് പറയുവാണെങ്കിൽ ഏതായിരിക്കും പറയാ? ഫ്രഷേഴ്സ് ഡേ, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്തല്ലേ? ഓക്കെ ഓക്കെ. അശ്വനി +2 കഴിഞ്ഞിട്ട് ഈ ഒരു കോഴ്സിലേക്ക് വരാനുള്ള കാരണം എന്താ? ആക്ച്വലി എനിക്ക് ചെറുപ്പം തൊട്ടേ കസ്റ്റമർ സർവീസ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ +2 കഴിഞ്ഞിട്ട് പിന്നെ വേറെ നോക്കിയില്ല. എനിക്ക് ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ തന്നെ നല്ലൊരു റോൾ ചെയ്യാമെന്നാണ് താല്പര്യം. ഒരു HR ലെവലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ആക്ച്വലി 19 വയസ്സാകുമ്പോഴേക്കും ഒരു ജോബ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ വന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് കിട്ടാനായിട്ടുണ്ടായത്. പിന്നെ ആണെങ്കിൽ ഇപ്പോൾ പ്ലേസ്ഡ് അടിക്കുന്നതും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെയാണ്. അപ്പോൾ കരിയർ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും എൻ്റെ കരിയറിന് നല്ലതായിരിക്കും. അപ്പം നിങ്ങളുടെ ജൂനിയർ ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഇവിടെ പഠിച്ചെങ്കിൽ എന്തായാലും പ്ലേസ്മെന്റ് ഉറപ്പാണ്. സോ അപ്പോൾ ആ കാര്യത്തിൽ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു അഡ്വൈസ് തരാൻ മാത്രം ഞാൻ അത്രയധികം വളർന്നിട്ടില്ല.